ഒരു വഴിക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു അരമണിക്കൂർ മുമ്പ് ഇറങ്ങണം, ഇല്ലെങ്കിൽ ഇതേപോലെ ടെൻഷൻ അടിച്ച് വണ്ടി പോകണ്ടേ. കൊല്ലാൻ കൊണ്ടുപോകണം. ഇന്നത്തെ പരിപാടി സംഗീത ഞങ്ങളൊന്ന് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കാൻ പോവാ. ഒരാഴ്ചത്തേക്ക് ഇനി ഇവന്റെ ശല്യം ഉണ്ടാവില്ല. നേരെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോകും. എങ്ങോട്ടാണ് ഇന്ന് നേരെ പോകുന്നത്? കോഴിക്കോടേക്ക് പോവാണ്. എന്തോ വണ്ടി എന്തോ അഴിച്ചു പണിയുന്നുണ്ട്. എന്താ കാര്യത്തറിയില്ല. രണ്ടും കൂടെ എന്തൊക്കെയോ അഴിച്ചു പണിയുന്നുണ്ട്. വണ്ടി കത്തിക്കാനുള്ള പരിപാടിയാണ് തോന്നുന്നത്. ഇപ്പൊ വണ്ടി കത്തുന്ന സീസണാണല്ലോ. ഇതെന്തിനാ തുറന്നത്? ഇവന്മാർക്ക് ഇട്ടവർക്കില്ല. അപ്പൊ ആരോ മാസ്റ്റർ പ്ലാൻ ആരാ? ബെൻറ്റോ ആണോ? മാസ്റ്റർ മൈൻഡ് ബെൻറ്റോ വരുന്നുണ്ട്. ഇത് എന്തിനാ തുറന്നത് അവനെ തന്നെ അറിയില്ല. ആര് തുറന്നതൊക്കെ ചോദിച്ചു പോകുന്നുണ്ട്. ഇതാണ് കാഴ്ച ഇവിടുത്തെ അവസ്ഥ. അടയ്ക്കുന്നു, തുറക്കുന്നു. നമ്മളിത് ഇങ്ങനെ പോവാൻ സംഗീതരെ കൊണ്ടുവിടാൻ വേണ്ടി ഇങ്ങനെ പോവാണ്. പോകുന്ന വഴിക്ക് ഫുഡ് കഴിക്കുന്നത്. ഇവന്മാരൊന്നും റാവുത്തർ ബിരിയാണി കഴിച്ചിട്ടില്ല എന്ന് പറയുന്നത്. അപ്പം അല്ല മിനിറ്റോ നമുക്ക് ഇവന്മാരെ കൊണ്ടേ കഴിപ്പിക്കാം. ഇതേ ഇരിക്കുന്നു രണ്ടും കൂടെ. ഇപ്പം നേരെ റൈസ് ക്ലബ്ബിൽ പോയി ഫുഡ് കഴിക്കുന്നു. ഫുഡ് കഴിച്ചിട്ട് ഞായറാഴ്ച ഉണ്ടോ? ഞായറാഴ്ച ഉണ്ടോന്നില്ല, അറിയില്ല. പോകുന്ന വഴിക്ക് നമുക്ക് പോയി നോക്കാം. ഇപ്പോൾ അതെ, ഇപ്പോൾ റൈസ് ക്ലബ്ബിൽ പോകുന്നു. അവിടെ തുറന്നിട്ടുണ്ടെങ്കിൽ ഫുഡ് അടിക്കുന്നു. നേരെ റെയിൽവേ സ്റ്റേഷൻ. എവിടെ? സൗത്ത് ആണോ നോർത്താണോ? അപ്പോൾ സൗത്ത് റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് പോകുന്നത്. ഞായറാഴ്ചയും റൈസ് ക്ലബ്ബ് തുറന്നിട്ടുണ്ട്. അപ്പം നമ്മൾ നേരെ കഴിക്കാൻ പോവാണ്. അങ്ങനെ നമ്മുടെ ആമ്പൂർ ബിരിയാണി വന്നിട്ടുണ്ട്. ഇതാ റാവുത്തർ. അങ്ങനെ ഫുഡ് അടിച്ചിട്ട് വീണ്ടും നമ്മൾ യാത്ര തുടരുകയാണ്. എങ്ങനെയുണ്ടായിരുന്നാ പിള്ളേരെ? എന്തോ പറയൂ. റാവുത്തർ ബിരിയാണി കഴിച്ച മത്തിൽ കിടക്കുന്നു വരുത്തേ. ട്രെയിനിൽ കയറി ഇങ്ങനെ പോണ്ടല്ലേ. സൂക്ഷിക്കണേ. 12:18 വേൻറ്റ് പറപ്പിക്കുന്നുണ്ട്. ഒരു വഴിക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു അരമണിക്കൂർ മുമ്പ് ഇറങ്ങണം, ഇല്ലെങ്കിൽ ഇതേപോലെ ടെൻഷൻ അടിച്ച് വണ്ടി പോകണ്ടേ. കൊല്ലാൻ കൊണ്ടുപോകും. അങ്ങനെ നമ്മളൊരു റെയിൽവേ സ്റ്റേഷനിലെത്തി. സംഗീത ഇറങ്ങി പോകാനുള്ള പരിപാടിയാണ്. എല്ലാം എടുത്തിട്ടില്ലേ? എല്ലാം സെറ്റല്ലേ? ഏതൊക്കെയാ സാധനമൊക്കെ കൊടുക്കല്ലോ. അപ്പോ നീണ്ട ഒരാഴ്ചത്തെ യാത്രക്ക് പോവാണ്. എന്തൊരു ഉത്തരവാദിത്തം. അങ്ങനെ അവനെ കൊണ്ടുപോയിട്ട് ഞങ്ങൾ വീണ്ടും തിരിച്ചു പോവാണ്.